നമ്മുടെ വീട്ടിലെ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തെ കരുപിടിപ്പിക്കുന്നത്. അതെ, താൻ ആയിരിക്കുന്ന ഇടങ്ങളെ സ്വന്തം ഭവനമായി കണ്ടുകൊണ്ട് അവരെ ഹൃദയത്തിൽ സ്വീകരിച്ച് ശുശ്രൂഷിച്ച ഒരു വ്യക്തിയാണ് സിസ്റ്റർ ആനിയമ്മ കാവിൽ. സിസ്റ്ററിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിസ്റ്ററിൻ്റെ ദൈവവിളിയുടെ ഉറവിടം എവിടെ നിന്നായിരുന്നു? എനിക്ക് തോന്നുന്നു എൻ്റെ ദൈവവിളിയുടെ ഉറവിടം എൻ്റെ കുടുംബ പാരമ്പര്യം തന്നെയാണ്. പ്രത്യേകിച്ച് എൻ്റെ ഗ്രാൻഡ് പേരൻസ് അവർ ഒത്തിരി പ്രാർത്ഥിക്കുന്ന മനുഷ്യരായിരുന്നു. രാവിലെ വെളുപ്പിന് എണീറ്റ് പ്രാർത്ഥിക്കും, കൂടാതെ 11 മണിക്ക്, പിന്നെ വൈകുന്നേരം. അങ്ങനെ ഞങ്ങളെ എല്ലാവരെയും നല്ലൊരു പ്രാർത്ഥന അന്തരീക്ഷത്തിലും അരൂപിയിലുമാണ് വളർത്തിയത്. സിസ്റ്റർ, ഈ കാരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാനുണ്ടായ ഒരു സാഹചര്യം പറയാമോ? ഞാൻ 1960 SSLC പാസ്സായി. അപ്പോഴിങ്ങനെ മഠത്തിൽ പോകണമെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ എൻ്റെ പേരൻസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ ആദ്യം കോളേജിൽ പോവുക, അത് കഴിഞ്ഞിട്ട് നിനക്ക് തീരുമാനിക്കാം. അങ്ങനെ ഞാൻ 1960 BCM കോളേജിൽ വന്നു ചേർന്നു. അവിടെ ഞാൻ ഹോസ്റ്റലിലാണ് താമസിച്ചത്. അപ്പോൾ ഹോസ്റ്റലിലെ ആ നല്ല അന്തരീക്ഷവും, എന്നും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് അരമനയിൽ പള്ളിയിൽ പോകുമായിരുന്നു. അന്നൊക്കെ മിക്കവാറും തറയിൽ പിതാവിൻ്റെ കുർബാനയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതും പിന്നെ ആ ഹോസ്റ്റലിലെ സാഹചര്യങ്ങളും എൻ്റെ ആൻറ്റിയുടെ ആ മാതൃകാപരമായ ജീവിതവും എല്ലാം എന്നെ കൂടുതൽ ഈ ജീവിതത്തിലേക്ക് ആകർഷിച്ചു. അതുകൂടാതെ തന്നെ എൻ്റെ അമ്മയുടെ 2 സഹോദരിമാർ സെൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റിലുണ്ട്. അവരും അവരുടെ ആ ജീവിത മാതൃക എന്നെ ഒത്തിരി ഈ ഒരു ജീവിതത്തിലേക്ക് നയിക്കാനിടയായി. തറയിൽ പിതാവ് എൻ്റെ ഒരു ബന്ധു കൂടിയാണ്. പിതാവിൻ്റെ ഉപദേശവും സ്വാധീനവുമാണ് എന്നെ കാരിത്താസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ആകർഷിച്ചത്. സിസ്റ്ററിൻ്റെ ജർമ്മനി യാത്രയും പിന്നീട് അവിടെ എത്തിയിട്ടുള്ള അനുഭവങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? ഞങ്ങൾ ഫോർമേഷനൊക്കെ കഴിഞ്ഞിട്ട് 1963 ഞാൻ ആദ്യമായിട്ട് ജർമ്മനിക്ക് പോകുന്നത്. അപ്പം ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അവിടെ ചെന്ന് ജർമ്മനിക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഞങ്ങളന്ന് കുഞ്ഞുങ്ങളാണ്. കയറി പോകുന്നു, അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് ഫ്രാങ്ക്ഫോർട്ടിലാണ് സത്യത്തിൽ ഞങ്ങൾ ഇറങ്ങേണ്ടത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ അനൗൺസ് ചെയ്യുന്നു, അവിടെ മഞ്ഞ് കാരണം പ്ലെയിൻ താഴുന്നില്ല, അതുകൊണ്ട് നേരെ ഇംഗ്ലണ്ടിന് പോകുകയാണ് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഒരവസ്ഥ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞങ്ങൾ പിന്നെ തിരിച്ചു വരുന്നത്. തിരിച്ച് കൊളോണിയിൽ വന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് ജർമ്മൻ സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഭാഷയോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. സന്ധ്യയായപ്പോഴാണ് ഞങ്ങൾ താമസിക്കേണ്ട കോൺവെൻറ്റിൽ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്നു. അവിടെ കുറേ സിസ്റ്റേഴ്സ് ഉണ്ട്. എല്ലാവരും ഇങ്ങനെ വരുന്നു, ഞങ്ങളെ ഗ്രീറ്റ് ചെയ്യുന്നു, എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളങ്ങോട്ട് ടയേർഡാണ്, ഞങ്ങൾക്ക് ദാഹിക്കുന്നുണ്ട്, ഒരിച്ചിരി വെള്ളം കുടിക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം. പക്ഷേ വെള്ളമെന്ന് പറഞ്ഞ സാധനം മാത്രം അവർ തരുന്നില്ല. അവർ ചായ കൊണ്ടുവരുന്നു, ബാക്കി സാധനങ്ങളൊക്കെ കുടിക്കാൻ ഒത്തിരി സാധനം കൊണ്ടുവരുന്നു. പക്ഷേ നമ്മുടെ ആവശ്യം വെള്ളമാണ്. പക്ഷെ ഞങ്ങൾക്കറിയാവുന്ന ഇംഗ്ലീഷും ഞങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ആ സിസ്റ്റേഴ്സിന് ഒന്നും അറിയത്തില്ല. അവസാനം ഒരു രക്ഷയില്ല. ഭക്ഷണമൊക്കെ കഴിച്ചോ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവസാനം മുറിയിൽ പോയി വെള്ളം കുടിക്കുകയോ ചെയ്തത്. അത് ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങോട്ട് മറക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ 2 ദിവസം ഇങ്ങനെ യാത്ര ചെയ്തു ക്ഷീണിച്ച് ടെൻഷനടിച്ച് വരിക, എന്നിട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാതെ, ലാംഗ്വേജിൻ്റെ പ്രോബ്ലം, ഒന്നും പഠിക്കാതെ ഇവിടുന്ന് പോയതേ. ജർമ്മനിയിലെ ജോലിയും അതിനോടനുബന്ധിച്ചുള്ള അനുഭവങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? 2ാം പ്രാവശ്യം ഞാൻ ജർമ്മനിക്ക് പോകുന്നത് ഓൾഡ് ഏജ് ഹോമിൽ ജോലി ചെയ്യാനാണ്. അപ്പം അവിടുത്തെ ഒരു ഓൾഡ് ഏജ്, അതായത് മുൻഷൻ ഗ്ലാഡ്ബാഖിലെ ഒരു ഓൾഡ് ഏജ് ഹോമിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് ഓൾഡ് ഏജ് ഹോമല്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ ആദ്യം ജർമ്മനിയിലുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് ലാംഗ്വേജ് അറിയാമായിരുന്നു, ജർമ്മൻ ഭാഷ അറിയാമായിരുന്നു. അതുകൊണ്ട് എന്നെ അവിടെയുള്ള ഒരു അച്ഛൻ്റെ മദറിന്
മദറിനെ ഒന്ന് ശുശ്രൂഷിക്കാനാണ് കിട്ടിയത്. അപ്പം ഞാൻ താമസിക്കുന്ന ഒരു സ്ഥലത്ത് അവിടുന്ന് പോകും, നേരെ രാവിലെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ബസ്സിൽ കയറി പോകണം. ആദ്യമൊക്കെ അത് ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം എന്നാന്ന് വെച്ചാൽ നേരം വെളുക്കത്ത് പോലുമില്ല. അവിടുത്തെ വിൻ്റർ സീസൺ ആകുമ്പം താമസിച്ചല്ലേ നേരം വെളുക്കുക. അപ്പോൾ അവിടെ ചെന്ന് എവിടെയാണ് ഇറങ്ങേണ്ടെന്ന് ഒരു പ്രാവശ്യം അവർ കൊണ്ട് കാണിച്ചു തന്നു. പിറ്റേ ദിവസം നമ്മളൊരു ലക്ഷ്യം വെച്ചിട്ട് അങ്ങ് പോവുക. അങ്ങനെ ആ അച്ഛൻ്റെ മദറിനെ നോക്കാനാണ് എനിക്ക് കിട്ടിയത്. മദർ സുഖമില്ലായിരുന്നു. അച്ഛൻ ആ ഓഫീസിൽ തന്നെ ജോലിയുണ്ട്. പക്ഷേങ്കിൽ ഈ പുള്ളിക്കാരത്തേക്ക് എപ്പോഴും കെയർ വേണം. പുള്ളിക്കൊന്നും അറിയത്തില്ല. അപ്പം പുള്ളിക്ക് ഭക്ഷണം കൊടുക്കണം, പുള്ളിയുടെ തുണിയൊക്കെ വാഷ് ചെയ്യണം. അപ്പം ആ വീട്ടിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ വർഷങ്ങളിൽ, ഇന്നാണ് പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ ജോലി ചെയ്യുന്നതെന്നൊക്കെ, ആ വർഷങ്ങളിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വീട്ടിൽ, നമ്മളങ്ങനെയാണല്ലോ പെട്ടെന്നത് കാണുന്നത്, ഒരു വീട്ടിൽ പോയി ജോലി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അന്ന് ചിന്തിക്കാൻ പോലും പറ്റിയല്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നി. കാരണം എന്നാലും ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഞാൻ നന്നായിട്ട് അവിടെ ഇത് ചെയ്യുന്നുണ്ട്, പെരുമാറുന്നുണ്ട്. എല്ലാ കൂട്ടും അറിയാമല്ലോ ലാംഗ്വേജ്. അതുകൊണ്ട് എന്നാലും നമ്മുടെ നാട്ടിലേക്ക് കേൾക്കുമ്പോൾ അതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടല്ലേ. ഒരു സിസ്റ്റർ പോയി ഒരു വീട്ടിൽ, നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുക, ഒരു വീട്ടിൽ ഒരാളെ നോക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിക്കാത്ത ഒരു കാര്യം, അങ്ങനെയൊക്കെയുള്ളൊരു കാര്യമാണ്. ഞാൻ പഠിച്ചിരിക്കുന്നത് വേറെ ലാബും എക്സ്റേ ഒക്കെയല്ലേ. അത് കുറച്ച് ബുദ്ധിമുട്ടും ആദ്യം ഉണ്ടാക്കി, ഇല്ലെന്ന് പറയാൻ പറ്റിയല്ല. പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അങ്ങനെ ഓൾഡ് ഏജ് ഹോമിൽ ഉള്ള അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ബയേണിലെ ഡെഗൻഡോർഫ് എന്ന സ്ഥലത്ത് ഉള്ള ഒരു ഓൾഡ് ഏജ് ഹോമിലേക്കാണ് പോയത്. അവിടെ ഒരു 100 പ്രായം ചെന്ന മനുഷ്യർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു ഇത് കിട്ടി. ചെന്നു. എൻ്റെ കൂടെ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് വേറെയും ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങൾക്ക് കൂടുതലൊന്നും അറിയത്തില്ല. ഓൾഡ് ഏജ് ഹോമിൽ ജോലി കിട്ടുന്നു, പോകുന്നു, അങ്ങനെയുള്ള ഒരിതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളറിയുന്ന അച്ഛന്മാരുണ്ടായിരുന്നു. ആ രീതിയിലാണ് അവിടെ പോകുന്നത്. അവിടെ ചെന്ന് ഞങ്ങളവിടെ ചെല്ലുമ്പം ഒത്തിരി സന്ധ്യയായി. അന്ന് ഭയങ്കര ഈ സപ്പറ്, വലിയ ആഘോഷമായ സപ്പറ്. അവരുടെ ആ ഹൗസിൻ്റെ ആൾക്കാർ, ചുമതലപ്പെട്ടവർ എല്ലാവരും അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ സപ്പറൊക്കെ വലിയ മീറ്റിംഗ് നടക്കുന്ന സപ്പർ തരുന്നു. ഇതിൻ്റെ ഇടയ്ക്കാണ് അവർ പറയുന്നത് ആ ഓൾഡ് ഏജ് ഹോമിൻ്റെ റെസ്പോൺസിബിലിറ്റി മുഴുവനും ഞാൻ ഏറ്റെടുക്കണമെന്നുള്ളത്. അതെനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അത് ഒരു സ്ഥാപനത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി, അത് വേറൊരു ലാംഗ്വേജും എല്ലാം ഉള്ള ഒരു സ്ഥലം. ഓൾഡ് ഏജ് ഹോം തന്നെ നമുക്കധികമൊന്നും അറിയത്തില്ല, ഇവിടെയൊന്നും ഇല്ലല്ലോ ആ സമയത്ത്. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഷോക്കായിരുന്നു. ഷോക്കെന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്കൊന്നും മിണ്ടാൻ പറ്റിയല്ല. ആ ഒരു രീതിയിലാണ് അവർ വലിയ പ്രതീക്ഷയോടെയാണ് ഞങ്ങളെ അവിടെ സ്വീകരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആ ബുദ്ധിമുട്ട് നമ്മളങ്ങ് ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം നമുക്കുള്ളത് കൊണ്ടും ദൈവത്തിൽ കൂടുതൽ വിശ്വാസമുള്ളത് കൊണ്ടും തമ്പുരാൻ എന്നെ ഉപേക്ഷിക്കില്ല, തമ്പുരാൻ തന്നെ നോക്കിക്കൊള്ളും എന്നുള്ള ആ വലിയ വിശ്വാസത്തിൽ ആ ജോലി ഞാൻ ഏറ്റെടുത്തു. മരണം കാത്തിരിക്കുന്ന വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ഞാൻ ഏകദേശം 12 വർഷക്കാലം ഈ ഓൾഡ് ഏജ് ഹോമിൽ ജോലി ചെയ്തു. ഈ ഓൾഡ് ഏജ് ഹോമിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷ പിന്നെ മരണമാണ്. ഒത്തിരി മരണങ്ങൾ ഞാൻ അവരുടെ കൂടെ ഇരുന്ന് അവരെ ഫോളോ ചെയ്ത് അവരെ പ്രാർത്ഥിച്ച് മരണത്തിനായിട്ട് ഒരുക്കി കണ്ടു. അവരുടെ മരണം ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ഓരോ മനുഷ്യരുടെയും മരണം ഓരോ രീതിയിലാണ്. പിന്നെ ഇവരാരും എൻ്റെ ആരുമല്ല. പക്ഷേ ഞാൻ ഇവിടെ കൂട്ടത്തിലിരുന്ന് ഇവരെ മരിപ്പിക്കുമ്പോൾ അത് കഴിയുമ്പോൾ എനിക്കൊരു ഭയങ്കര നഷ്ടബോധമാണ്. ഒരു മനസ്സിനൊരു വലിയ വിഷമമാണ്. എന്തോ അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയ പോലെയുള്ള ഒരു ഫീലിംഗാണ് ഓരോ മരണവും കഴിയുമ്പോൾ. സിസ്റ്ററിൻ്റെ പ്രാർത്ഥനാ അനുഭവങ്ങളൊക്കെ ഒന്ന് വിവരിക്കാമോ? എൻ്റെ പ്രാർത്ഥനയെന്ന് പറയുന്നത് ഞാൻ ഈശോയുമായിട്ട് നേരിട്ട് സംസാരിക്കുന്ന ഒരു രീതിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നാലും നമ്മൾ ഈശോയുടെ അടുത്ത് പോയിരിക്കുക, ഈശോയ്ക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആശ്വാസം കിട്ടും. പിറന്ന നാടും ഭാഷയും കടന്ന്
ആത്മീയതയുടെ വഴികളിൽ നമുക്ക് പുത്തൻ അനുഭവങ്ങൾ നൽകിയ സിസ്റ്റർ ആനിയമ്മ കാവലിന് സ്നേഹാശംസകൾ.